ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്വസ് പി എസ് സി ഹസൽ പി വൈ ക്യൂയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ചോദ്യപേപ്പർ 15 നവംബർ 2025 നടന്ന ഒരു ലിഫ്റ്റ് ഓപ്പറേറ്ററുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. എല്ലാ ക്വസ്റ്റ്യൻസും ജനറൽ പി എസ് സിക്ക് ആവശ്യമായിട്ടുള്ള 10th ലെവൽ ഒരു LD എക്സാം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഫ്രഞ്ച് വിപ്ലവത്തെ സംബന്ധിച്ച് തന്നിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാണ്? ഓപ്ഷൻ ബി 1ഉം 3ഉമാണ് ശരി. മൂന്നാം എസ്റ്റേറ്റ് പ്രതിനിധികൾ ടെന്നീസ് കോർട്ടിൽ സമ്മേളിച്ചു. അബേസിയസ്, മിറാബോ എന്നിവരാണ് ദേശീയ അസംബ്ലിയുടെ നേതാക്കന്മാർ. ആരൊക്കെയാണ് നേതാക്കന്മാർ? അബേസിയസ്, മിറാബോ എന്നിവരായിരുന്നു ദേശീയ അസംബ്ലിയുടെ നേതാക്കന്മാർ. രണ്ടാമത്തെ ഓപ്ഷൻ എന്തുകൊണ്ടാണ് തെറ്റിയത്? 1789 ജൂലൈ 14 ജനക്കൂട്ടം ബാസ്റ്റൽ കോട്ട ആക്രമിച്ചത്. 1789 ആയിരുന്നു. രണ്ടാമത്തെ ചോദ്യം, ചുവടെ തന്നിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഗണന ഏത്? ഓപ്ഷൻ സി 2, 1, 3 2 ആറ്റിങ്ങൽ കലാപം, 1 കുളച്ചൽ യുദ്ധം, 3 തൃപ്പടിദാനം. ആറ്റിങ്ങൽ കലാപം നടന്ന തീയതി ഏതാണ്? 1721 ആറ്റിങ്ങൽ കലാപം നടന്നത്. കുളച്ചൽ യുദ്ധമോ 1740 ഓഗസ്റ്റ് 10 1741 ഓഗസ്റ്റ് 10 കുളച്ചൽ യുദ്ധം നടന്നത്. ഒന്നാം തൃപ്പടിദാനം നടന്നത് എപ്പോഴാണ്? തൃപ്പടിദാനം നടന്നത് 1750 ജാനുവരി 3 ഒന്നാം തൃപ്പടിദാനം നടന്നത്. 1750 ജാനുവരി 3. അപ്പം ഓപ്ഷൻ സി ആണ് ശരിയായ ഓർഡർ. ചോദ്യം 3, ചുവടെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ കണ്ടെത്തുക. ഓപ്ഷൻ ഡി രണ്ടാമത്തേത് മാത്രം. നിഴൽ താങ്കൾ വൈകുണ്ഠസ്വാമികളാണ് ശരി. നിഴൽ താങ്കൾ വൈകുണ്ഠസ്വാമി. ബാക്കി എന്തുകൊണ്ടാണ് തെറ്റിയത്? കല്ലുമാല സമരം ആരാണ്? അയ്യങ്കാളിയാണ്. മുക്കുത്തി സമരം ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ്. ദർശനമാല ശ്രീനാരായണ ഗുരുവാണ്. അല്ലേ? അടുത്ത ചോദ്യം, ചുവടെ തന്നിരിക്കുന്നവയിൽ നിസ്സഹകരണ സമരവുമായി ബന്ധമില്ലാത്തത് ഏത്? ഏതാണ് നിസ്സഹകരണ സമരവുമായി ബന്ധമില്ലാത്തത്? ഇൽബർട്ട് വിൽ വിവാദമാണ്. ഇൽബർട്ട് വിൽ വിവാദം. മറ്റ് 3 ഓപ്ഷൻസിനും ബന്ധമുണ്ട്. ചൗരി ചൗര സംഭവം, വെയിൽസ് രാജകുമാരൻ്റെ ഇന്ത്യ സന്ദർശനം, ഖിലാഫത്ത് പ്രസ്ഥാനം. ചോദ്യം 5, വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനകൾ ഏത്? ഓപ്ഷൻ ബി 2, 3, 4 പ്രസ്താവനകൾ മാത്രം ശരിയാണ്. സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരം, മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ സവർണജാഥ സംഘടിപ്പിച്ചു, EV രാമസ്വാമി നായ്ക്കർ സമരത്തെ പിന്തുണച്ചു. ഇത് 3ഉം ശരിയാണ്. കോഴഞ്ചേരി പ്രസംഗം എന്തുമായി ബന്ധപ്പെട്ടാണ്? ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് കോഴഞ്ചേരി പ്രസംഗത്തിൻ്റെ പേരിൽ C കേശവൻ അറസ്റ്റിലായത്. ചോദ്യം 6, ദ്വീപ് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ക്വസ്റ്റ്യൻ. ഈ താഴെ പറയുന്നവയിൽ ഏത് പ്രദേശത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്? ഈ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ച് സൂചിപ്പിക്കുന്ന പ്രദേശം ഏതെന്നാണ് ചോദിക്കുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് നോക്കാം. ഉത്തരധ്രുവത്തിനടുത്തുള്ള ഈ ദ്വീപ് പ്രദേശം ഡെൻമാർക്കിൻ്റെ അധീനതയിലുള്ള അർദ്ധ സ്വയംഭരണ മേഖലയാണ്. സിംഹഭാഗവും വർഷം മുഴുവൻ മഞ്ഞു മൂടിക്കിടക്കുന്നു. അമേരിക്കൻ ഐക്യനാടുകളുടെ സുരക്ഷിതത്വത്തിന് ഈ മേഖല നിർണായകമാണ്. ഇത് കാരണമാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ പ്രദേശത്തിൻ്റെ നിയന്ത്രണത്തിനായി ശ്രമിക്കുന്നത്. ഏതാണ് പ്രദേശം? ഓപ്ഷൻ എ ഗ്രീൻലാൻഡ് ആണ്. ചോദ്യം 7, വിവിധ തരം മഴകളെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഓപ്ഷൻ ബി 1ഉം 2ഉം മാത്രമാണ് ശരി. ഓപ്ഷൻസ് നോക്കാം. പർവ്വതങ്ങളുടെ കാറ്റിന് അഭിമുഖമായ വശങ്ങളിൽ തട്ടി ഉയർന്നു പൊങ്ങി തണുത്തുറഞ്ഞു പെയ്യുന്ന മഴയാണ് ശൈലവൃഷ്ടി. പർവ്വതങ്ങളുടെ കാറ്റിന് അഭിമുഖമായ പ്രദേശങ്ങളിൽ തട്ടി ഉയർന്നു പൊങ്ങി തണുത്തുറഞ്ഞു പെയ്യുന്ന മഴയാണ് ശൈലവൃഷ്ടി. വായു ചൂടാകുമ്പോൾ ഭാരം കുറഞ്ഞ് വികസിച്ച് മുകളിലേക്കുയർന്ന് ഘനീഭവിച്ചുണ്ടാകുന്ന ഇടിമിന്നലോട് കൂടിയ മഴയാണ് സംവഹനവൃഷ്ടി. ഓക്കെ. ചോദ്യം 8 ഡിലീറ്റഡ് ആണ്. നമുക്ക് എന്തായാലും പ്രവാഹങ്ങൾ ഏത് സമുദ്രത്തിലെയാണെന്ന് നോക്കാം. അഗുൽഹാസ് പ്രവാഹം ഏത് സമുദ്രത്തിലെയാണ്? ഇന്ത്യൻ ഓഷനിലെയാണ്. കുറോഷിയോ പ്രവാഹം പസഫിക് ഓഷൻ. ലാബ്രഡോർ പ്രവാഹം എവിടത്തെയാണ്? നോർത്ത് അറ്റ്ലാന്റിക് ഓഷനിലെയാണ് ലാബ്രഡോർ പ്രവാഹം. ഹംബോൾട്ട് പ്രവാഹം പസഫിക് ഓഷനിലെയാണ്. അപ്പം ഹംബോൾട്ട് പ്രവാഹവും അഗുൽഹാസ് ഹംബോൾട്ട് പ്രവാഹവും കുറോഷിയോ പ്രവാഹവും പസഫിക് ഓഷനിലെയാണ്. അഗുൽഹാസ് ഇന്ത്യൻ ഓഷനിൽ, ലാബ്രഡോർ നോർത്ത് അറ്റ്ലാന്റിക് ഓഷനിലെ പ്രവാഹമാണ്. ചോദ്യം 8, പശ്ചിമഘട്ടത്തെയും പൂർവ്വഘട്ടത്തെയും താരതമ്യം ചെയ്യുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഓപ്ഷൻ സി 1, 3 എന്നിവ മാത്രം.
ഓപ്ഷൻ 1 എന്താണ്? പശ്ചിമഘട്ടം പൂർവ്വഘട്ടത്തെ അപേക്ഷിച്ച് ഉയരം കൂടിയതും തുടർച്ചയായതുമാണ്. മഹാനദി, ഗോദാവരി തുടങ്ങിയ നദികൾ പൂർവ്വഘട്ടത്തെ മുറിച്ചു കടക്കുന്നു. ഓപ്ഷൻ 2 എന്തുകൊണ്ടാണ് തെറ്റിയത്? പൂർവ്വഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടിയല്ല. ഏതാണ്? ജിന്താഗഡയാണ്. ജിന്താഗഡ. ആനമുടി എവിടത്തെയാണ്? പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. ചോദ്യം 10. വിദൂര സംവേദനം സംബന്ധിച്ച് പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ഡി 1, 2, 3 എന്നിവയെല്ലാം. എല്ലാം ശരിയാണ് തന്നിരിക്കുന്ന പ്രസ്താവനകൾ. എന്തൊക്കെയാണ്? ഒരു വസ്തുവിനെയോ പ്രദേശത്തെയോ സംബന്ധിച്ച വിവരങ്ങൾ സ്പർശബന്ധം കൂടാതെ ശേഖരിക്കുന്ന രീതിയാണ്. കൃത്രിമ ഉപഗ്രഹങ്ങൾ വിദൂര സംവേദനത്തിന് വ്യാപകമായി ഉപയോഗിക്കുന്നു. ഭൂവിനിയോഗം, ധാതു സമ്പത്തുകളുടെ കണ്ടെത്തൽ തുടങ്ങിയ മേഖലകളിൽ ഇത് പ്രയോജനകരമാണ്. ചോദ്യം 11. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? എല്ലാം ശരിയാണ്. ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള പാളിയാണ് ഭൂവൽക്കം. ഭൂവൽക്കത്തിനും കാമ്പിനും ഇടയിലായി മാൻഡിൽ സ്ഥിതി ചെയ്യുന്നു. ഭൂമിയുടെ കേന്ദ്രഭാഗത്തുള്ള പാളിയാണ് കാമ്പ്. ഇത് പ്രധാനമായും നിക്കലും ഇരുമ്പും കൊണ്ട് നിർമ്മിതമാണ്. ചോദ്യം 12. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ISROയുടെ നിസാർ ദൗത്യത്തെക്കുറിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ ബി 1ഉം 2ഉം മാത്രം. ഇത് നാസയും ISROയും സംയുക്തമായി നടത്തുന്ന ഒരു ബഹിരാകാശ ദൗത്യമാണ്. ഇത് ഭൂമിയുടെ ഉപരിതല മാറ്റങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിനുള്ള ഒരു റഡാർ ഇമേജിംഗ് ഉപഗ്രഹ ദൗത്യമാണ്. എന്തിനെക്കുറിച്ച് പഠിക്കാനാണ്? ഭൂമിയുടെ ഉപരിതല മാറ്റങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിനുള്ള ഒരു റഡാർ ഇമേജിംഗ് ഉപഗ്രഹ ദൗത്യമാണ്. എന്തുകൊണ്ടാണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റിയത്? ഈ ദൗത്യത്തിൽ ഉപയോഗിക്കുന്നത് GSLV F-16 എന്ന വിക്ഷേപണ വാഹനമാണ്. ഇവിടെ തന്നിരിക്കുന്ന തെറ്റാണ്. ഏത് വിക്ഷേപണ വാഹനമാണ് ഉപയോഗിക്കുന്നത്? GSLV F-16 ആണ് ഉപയോഗിക്കുന്നത്. ചോദ്യം 13. ഇന്ത്യൻ പ്ലാനിംഗ് കമ്മീഷന്റെ അവസാന ഡെപ്യൂട്ടി ചെയർമാൻ ആരാണ്? ഓപ്ഷൻ എ മൊണ്ടേക് സിംഗ് അലുവാലിയ. 14. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ഉത്തര മഹാസമരത്തിന്റെ പ്രത്യേകതകൾ എന്തെല്ലാം? ഓപ്ഷൻ എ 1, 2 ശരി. ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്നു. ലോകത്തിലെ ഏറ്റവും ജനനിബിഡമായ പ്രദേശമാണ്. ചോദ്യം 15. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായം ഏതാണ്? ഓപ്ഷൻ സി പരുത്തിത്തുണി വ്യവസായം. ചോദ്യം 16. സാധാരണയായി ബാങ്കുകൾ ഓവർഡ്രാഫ്റ്റ് സൗകര്യം നൽകുന്നത് ഏതുതരം ഡെപ്പോസിറ്റ് ഉള്ളവർക്കാണ്? ഓപ്ഷൻ ഡി പ്രചലിത നിക്ഷേപം. ഏതാണ്? കറണ്ട് അക്കൗണ്ട് ഉള്ളവർക്കാണ് ഓവർഡ്രാഫ്റ്റ് ഫെസിലിറ്റി നൽകുന്നത്. ചോദ്യം 17. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ തൃതീയ മേഖലയുടെ പ്രാധാന്യം വർദ്ധിക്കുന്നതിൻ്റെ കാരണങ്ങൾ ഏതാണ്? ഓപ്ഷൻ ബി 1, 2, 3 ശരി. പ്രൈമറി സെക്കൻഡറി മേഖലകളുടെ വികസനം കൂടുന്നതിനനുസരിച്ച് സേവനങ്ങൾക്കുള്ള ഡിമാൻഡ് വർദ്ധിച്ചു. വരുമാന നിലവാരം കൂടുന്നതിനനുസരിച്ച് ആളുകൾ സേവനങ്ങൾ കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്നു. ICT പോലുള്ള സേവനങ്ങളുടെ പ്രാധാന്യം വർദ്ധിച്ചു. എന്താണ് ICT? ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി സർവീസസ്. ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി സർവീസസ് പോലുള്ള സേവനങ്ങളുടെ പ്രാധാന്യം വർദ്ധിച്ചു. ചോദ്യം 18. 2022 സാമ്പത്തിക ശാസ്ത്ര നോബൽ പ്രൈസ് ജേതാക്കൾ. 2022 ചോദിച്ചിരിക്കുന്നത്. ഉത്തരം എന്താണ്? ബെൻ എസ് ബർണാക്, ഡഗ്ലസ് ഡയമണ്ട്, ഫിലിപ്പ് ഡിബ്വിഗ്. ഇവർക്ക് 3 പേർക്കുമാണ് 2022 സാമ്പത്തിക ശാസ്ത്ര നോബൽ കിട്ടിയത്. നമുക്ക് 2025 സാമ്പത്തിക ശാസ്ത്ര നോബൽ ആർക്കാണ് കിട്ടിയതെന്ന് നോക്കാം. ആർക്കാണ് കിട്ടിയത്? ജോയൽ മോഖർ, ഫിലിപ്പ് അഖിയോൺ, പീറ്റർ ഹൗവിറ്റ്. ആർക്കൊക്കെയാണ് കിട്ടിയത്? ജോയൽ മോഖർ, ഫിലിപ്പ് അഖിയോൺ, പീറ്റർ ഹൗവിറ്റ്. ഇവർക്ക് 3 പേർക്കുമാണ് 2025 എക്കണോമിക്സിനുള്ള നോബൽ പ്രൈസ് കിട്ടിയത്. ആർക്കൊക്കെയാണ്? ജോയൽ മോഖർ, ഫിലിപ്പ് അഖിയോൺ, പീറ്റർ ഹൗവിറ്റ്. ചോദ്യം 19. മേക്കിംഗ് ഇന്ത്യ പദ്ധതി സംരംഭവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ ബി 1, 3 ശരി. 2014 ഭാരത സർക്കാർ തുടങ്ങിയ സംരംഭമാണ് മേക്കിംഗ് ഇന്ത്യ. ദേശീയ സ്ഥാപനങ്ങളുടെ ഉൽപ്പാദനം പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഉദ്ദേശ്യം. ദേശീയ സ്ഥാപനങ്ങളുടെ ഉൽപ്പാദനങ്ങൾ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഉദ്ദേശ്യം. മേക്കിംഗ് ഇന്ത്യ പദ്ധതിയിൽ എത്ര സെക്ടേഴ്സ് ഉൾപ്പെട്ടിട്ടുണ്ട്? 27 സെക്ടേഴ്സ് ഉൾപ്പെട്ടിട്ടുണ്ട്. മേക്കിംഗ് ഇന്ത്യ പദ്ധതിക്ക് 4 പില്ലേഴ്സ് ഉണ്ട്. 4 പില്ലേഴ്സ് ഏതൊക്കെയാണ്? ന്യൂ പ്രോസസ്, ന്യൂ ഇൻഫ്രാസ്ട്രക്ചർ, ന്യൂ സെലക്ഷൻ ആൻഡ് ന്യൂ മൈൻഡ് സെറ്റ്. ചോദ്യം 20. 2005 ഇന്ത്യൻ പാർലമെൻറ്റ് പാസാക്കിയ വഖഫ് ബിൽ പരിഗണിച്ച് ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? എ ജഗദാംബിക പാൽ ആയിരുന്നു. ജഗദാംബിക പാൽ. വഖഫ് ബില്ല് എന്നാണ് ലോകസഭയിൽ അവതരിപ്പിച്ചത്? ഏപ്രിൽ 3, 2000
2024. രാജ്യസഭ പാസാക്കിയത് ഏപ്രിൽ 4-ന്, പ്രസിഡന്റ് ഒപ്പുവെച്ചത് ഏപ്രിൽ 5-ന്. ആരാണ് അവതരിപ്പിച്ചത്? കിരൺ റിജ്ജു ആണ് അവതരിപ്പിച്ചത്. ചോദ്യം 21. ലോക്സഭയിലും സംസ്ഥാന നിയമസഭയിലും വനിതകൾക്ക് 33% സംവരണം നടപ്പിലാക്കാൻ നിർദ്ദേശിക്കുന്ന ഭരണഘടനാ ഭേദഗതി ഏതാണ്? 106 ഭരണഘടനാ ഭേദഗതി. 22. ഇന്ത്യൻ ഭരണഘടന പ്രകാരം പൗരത്വം ആർജിക്കാനുള്ള മാർഗങ്ങൾ താഴെ ഇവയിൽ ശരിയായ പ്രസ്താവന ഏത്? എല്ലാം ശരിയാണ്. 1. ജന്മസിദ്ധമായ പൗരത്വം. 2. പിന്തുടർച്ച വഴിയുള്ള പൗരത്വം. 3. രജിസ്ട്രേഷൻ വഴിയുള്ള പൗരത്വം. 4. പ്രാദേശിക സംയോജനം മൂലം ലഭിക്കുന്ന പൗരത്വം. 23. നിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏത്? ഓപ്ഷൻ എ ആണ് തെറ്റ്. നിർദ്ദേശക തത്വങ്ങൾ ന്യായവാദാർഹങ്ങളാണ് എന്ന് പറയുന്നതാണ് തെറ്റ്. കറക്റ്റായിട്ടുള്ള ഏതൊക്കെയാണ്? നിർദ്ദേശക തത്വങ്ങൾ സമൂഹത്തിൻ്റെ താൽപ്പര്യങ്ങളും ക്ഷേമവും ഉറപ്പുവരുത്തുന്നതിനു വേണ്ടി നിലകൊള്ളുന്നു. നിർദ്ദേശക തത്വങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യാൻ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുന്നു. നിർദ്ദേശക തത്വങ്ങൾ സാമ്പത്തിക സാമൂഹിക നീതിക്ക് ഊന്നൽ നൽകുന്നു. ചോദ്യം 24. താഴെ കൊടുത്തിരിക്കുന്ന പട്ടിക പരിശോധിച്ച് ശരിയായത് കണ്ടെത്തുക. എല്ലാം ശരിയാണ്. യൂണിയൻ ലിസ്റ്റിനകത്ത് ഉൾപ്പെടുന്നത് പ്രതിരോധം, ആണവോർജം, തുറമുഖങ്ങൾ, ആദായ നികുതി. സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് മൃഗസംരക്ഷണം, പൊതുജനാരോഗ്യം, പ്രാദേശിക ഗവൺമെൻറ്റുകൾ, ജയില്. കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് വിദ്യാഭ്യാസം, വനങ്ങൾ, വിവാഹവും വിവാഹമോചനവും, മായം ചേർക്കൽ. ചോദ്യം 25. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ച മൗലികാവകാശം ഏതാണ്? ഓപ്ഷൻ സി ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം. ചോദ്യം 26. ഭരണഘടനാ നിർമ്മാണ സമിതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഓപ്ഷൻ സി 2, 4 ശരി. ക്യാബിനറ്റ് മിഷൻ പദ്ധതി അനുസരിച്ചാണ് ഭരണഘടനാ നിർമ്മാണ സമിതി രൂപം കൊണ്ടത്. 1949 നവംബർ 26-നാണ് ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഭരണഘടന അംഗീകരിച്ചത്. ചോദ്യം 27. ട്രാൻസ്ജെൻഡർ വ്യക്തികളെ മുഖ്യധാരയിൽ എത്തിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി ഏതാണ്? അനന്യം പദ്ധതി. കേരളത്തിൽ GSDPയിലേക്ക് ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്ന മേഖല ഏതാണ്? തൃതീയ മേഖല. തണ്ണീർത്തടങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? 2, 3, 4 ശരി. ഉപരിതലം ജലം സംരക്ഷിക്കപ്പെടുന്ന സ്വാഭാവിക ഇടങ്ങളാണ് തണ്ണീർത്തടങ്ങൾ. വയലുകൾ, കുളങ്ങൾ, ചതുപ്പ് തുടങ്ങിയ എല്ലാ താഴ്ന്ന പ്രദേശങ്ങളും തണ്ണീർത്തടങ്ങളിൽ ഉൾപ്പെടുന്നു. പ്രകൃതിയിലെ സ്വാഭാവിക ജലസംഭരണികളാണ് തണ്ണീർത്തടങ്ങൾ. തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള അന്താരാഷ്ട്ര കരാർ ഏതാണ്? റാംസാർ കൺവെൻഷനാണ് അല്ലേ? റാംസാർ കൺവെൻഷൻ. ചോദ്യം 30. കേരള ദുരന്ത നിവാരണ അതോറിറ്റിയിലെ അംഗങ്ങൾ ആരെല്ലാം? മുഖ്യമന്ത്രി, റവന്യൂ മന്ത്രി, കൃഷിമന്ത്രി, ചീഫ് സെക്രട്ടറി. ചോദ്യം 31. കേരള നിയമസഭ പാസാക്കിയ കേരള കാർഷിക ബന്ധ ബിൽ ഉൾപ്പെടാത്തത് ഏത്? കേരള നിയമസഭ പാസാക്കിയ കേരള കാർഷിക ബന്ധ ബില്ലിൽ ഉൾപ്പെടാത്തത് ഏത്? മിച്ച ഭൂമിയുടെ ഉടമസ്ഥാവകാശം ജന്മിമാർക്ക് നൽകുക എന്നുള്ളതാണ് ഉൾപ്പെടാത്തത്. ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്? കൈവശ ഭൂമിക്ക് പരിധി നിശ്ചയിക്കുക, പാട്ടവ്യവസ്ഥകൾ റദ്ദാക്കുക, ജന്മിത്തം അവസാനിപ്പിക്കുക. ചോദ്യം 32. കേരളത്തിലെ 7ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഓപ്ഷൻ സി KN ഹരിലാൽ. KN ഹരിലാലാണ് കേരളത്തിലെ 7ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ. കേരളത്തിലെ ഇപ്പോഴത്തെ DGP ആരാണ്? ഓപ്ഷൻ എ റവാഡ എ ചന്ദ്രശേഖർ. റവാഡ എ ചന്ദ്രശേഖർ. ചോദ്യം 34. ഏത് സാങ്കേതിക വിദ്യയ്ക്കാണ് 2020-ൽ കാർപെൻറ്റിയർ, ജെനിഫർ എഡൗന എന്നീ ശാസ്ത്രജ്ഞർക്ക് രസതന്ത്ര നോബൽ പുരസ്കാരം ലഭിച്ചത്? ഓപ്ഷൻ എ CRISPR-Cas9 അപ്പം 2020-ലേക്ക് നോബലും 2025 എക്സാമിന് ചോദിക്കുന്നുണ്ട്. നമുക്ക് 2025-ൽ ആർക്കാണ് കെമിസ്ട്രി നോബൽ കിട്ടിയതെന്ന് നോക്കാം. സുസുമോ കിറ്റഗാവ, റിച്ചാർഡ് റോബിൻസൺ, ഒമർ M. ഹിയാഗി. ഇവർക്ക് 3 പേർക്കുമാണ് 2025-ലെ നോബൽ പ്രൈസ് കിട്ടിയത്. ആർക്കൊക്കെയാണ്? സുസുമോ കിറ്റഗാവ, റിച്ചാർഡ് റോബിൻസൺ, ഒമർ M. ഹിയാഗി. മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്കുമായി ബന്ധപ്പെട്ടുള്ള ഒരു കണ്ടുപിടുത്തത്തിന് വേണ്ടിയിട്ടാണ് ഇവർക്ക് 3 പേർക്കും കെമിസ്ട്രിക്കുള്ള നോബൽ പ്രൈസ് 2025-ൽ കിട്ടിയത്. ചോദ്യം 35. ആൻറ്റിബയോട്ടിക്കുകൾക്കെതിരെ പ്രതിരോധശേഷിയുള്ള മൾട്ടി ഡ്രഗ് റെസിസ്റ്റന്റ് ബാക്ടീരിയകൾ അറിയപ്പെടുന്നത് ഏത് നാമത്തിലാണ്? ചോദ്യം ഒന്നും കൂടി.
ആൻറ്റിബയോട്ടിക്കുകൾക്കെതിരെയുള്ള പ്രതിരോധശേഷിയുള്ള മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻറ്റ് ബാക്ടീരിയകൾ അറിയപ്പെടുന്നത് ഏത് നാമത്തിലാണ്? സൂപ്പർ ബഗുകൾ എന്നാണ് അറിയപ്പെടുന്നത്. ചോദ്യം 36. കണ്ണുകളെ അണുബാധയിൽ നിന്ന് സംരക്ഷിക്കുന്ന എൻസൈമിൻ്റെ പേര് ലൈസോസൈം. നോസിസെപ്ഷൻ എന്ന പ്രവർത്തനം ഏത് സംവേദനവുമായി ബന്ധപ്പെട്ടതാണ്? വേദനയുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനമാണ് നോസിസെപ്ഷൻ. താഴെ തന്നിരിക്കുന്നവയിൽ DNA-യിൽ ഇല്ലാത്ത നൈട്രജൻ ബേസ് ഏതാണ്? യുറാസിലാണ് DNA-യിൽ ഇല്ലാത്ത നൈട്രജൻ ബേസിൻ. അപ്പം DNA-യിൽ ഉൾപ്പെടുന്ന നൈട്രജൻ ബേസിന് ഏതൊക്കെയാണ്? തൈമിൻ, ഗ്വാനിൻ, അഡിനിൻ. ചോദ്യം 39. ലോക ഹൃദയമായി ആചരിക്കുന്നത് എന്ന്? സെപ്റ്റംബർ 29. ചോദ്യം 40. അനൈറോബിക് ശ്വസനം നടക്കുന്നത് ഏതിൽ? ബാക്ടീരിയയിലാണ് അനൈറോബിക് ശ്വസനം നടക്കുന്നത്. RBCയിലെ വർണ്ണകം ഏതാണ്? ഹിമോഗ്ലോബിൻ. ചോദ്യം 42. ഒരു ഗോളീയ ദർപ്പണത്തിൻ്റെ വക്രത ആരം 6ഉം ഫോക്കസ് ദൂരം F-ഉം ആണെങ്കിൽ രണ്ടും തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്ന സമവാക്യമാണ് F=R/2. കുത്തനെ മുകളിലേക്കെറിഞ്ഞ പന്ത് 100 മീറ്റർ മുകളിലേക്ക് സഞ്ചരിച്ച ശേഷം തിരിച്ച് അതേ സ്ഥാനത്ത് തന്നെ എത്തുകയാണെങ്കിൽ പന്തിൻ്റെ സ്ഥാനാന്തരം എത്രയായിരിക്കും? 0. ചോദ്യം 44. മനുഷ്യന് ശ്രവണസാധ്യമായ ശബ്ദപരിധി താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയാണ്. ചോദ്യം 45. ചന്ദ്രയാൻ 3 ചന്ദ്രനിൽ ഇറങ്ങിയ സ്ഥലം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ശിവശക്തി പോയിന്റ്. ചന്ദ്രയാൻ 3 ചന്ദ്രനിൽ ഇറങ്ങിയ സ്ഥലം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ശിവശക്തി 3 ആണ്. എന്നാണ് ചന്ദ്രയാൻ ശിവശക്തി പോയിന്റിൽ ഇറങ്ങിയത്? 2023 ഓഗസ്റ്റ് 23-നാണ്. വിക്ഷേപിച്ച ഡേറ്റോ ജൂലൈ 14, 2023 ആണ്. ചോദ്യം 46. അബാർ ID-യുമായി ബന്ധപ്പെട്ട് താഴെ കൊടുക്കുന്നവയിൽ ശരിയായത് ഏത്? ഓപ്ഷൻ എ ഒരു രാഷ്ട്രം ഒരു സ്റ്റുഡൻറ് ഐഡൻറ്റിറ്റി. ഒരു രാഷ്ട്രം ഒരു സ്റ്റുഡൻറ് ID. ചോദ്യം 47. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏത്? ഓപ്ഷൻ സി വൈദ്യുതിയെ കടത്തിവിടാൻ കഴിവുള്ള ഒരു പദാർത്ഥമാണ് വജ്രം എന്ന് പറയുന്നതാണ് തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ്. ശരിയായത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഗ്രാഫൈറ്റ്, വജ്രം എന്നിവ കാർബണിൻ്റെ ക്രിസ്റ്റലീയ രൂപാന്തരങ്ങളാണ്. പ്രകൃതിദത്തമായി ഏറ്റവും കാഠിന്യം കൂടിയ പദാർത്ഥമാണ് വജ്രം. സ്നേഹകമായി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു പദാർത്ഥമാണ് ഗ്രാഫൈറ്റ്. ചോദ്യം 48. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതെല്ലാമാണ് ഉത്കൃഷ്ടവാതകങ്ങൾ? ഓപ്ഷൻ സി 2ഉം 4ഉം. ഹീലിയം, നിയോൺ. ചോദ്യം 49. കാർബൺ ഡൈ ഓക്സൈഡുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായിട്ടുള്ളത് ഏത്? തെറ്റായിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ജലീയ ലായനിയുടെ pH മൂല്യം 7-നേക്കാൾ കൂടുതലായിരിക്കും. കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. കാർബൺ ഡൈ ഓക്സൈഡ് ഇന്ധനമായി ഉപയോഗിക്കാൻ കഴിയാത്ത ഒരു വാതകമാണ്. കാർബൺ ഡൈ ഓക്സൈഡ് അഗ്നിശമനികളിൽ ഉപയോഗിക്കുന്ന ഒരു വാതകമാണ്. കാർബൺ ഡൈ ഓക്സൈഡ് ഒരു ഹരിതഗൃഹ വാതകമാണ്. ചോദ്യം 50. താഴെ കൊടുത്തിരിക്കുന്നവയിൽ അമ്ലമഴയ്ക്ക് കാരണമാകുന്ന വാതകങ്ങൾ ഏത്? ഓപ്ഷൻ ബി 2ഉം 4ഉം. സൾഫർ ഡൈ ഓക്സൈഡ്, നൈട്രജൻ ഡൈ ഓക്സൈഡ്. വീഡിയോ ഇഷ്ടമാവുന്നെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ചോദ്യം 51. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഓപ്ഷൻ എ 1ഉം 2ഉം. അന്തരീക്ഷത്തിലെ സ്ട്രാറ്റോസ്ഫിയർ എന്ന പാളിയിലാണ് ഓസോൺ കൂടുതലായി കാണപ്പെടുന്നത്. സെപ്റ്റംബർ 16 അന്താരാഷ്ട്ര ഓസോൺ ദിനമായി ആചരിക്കുന്നു. ഓപ്ഷൻ 3 എന്തുകൊണ്ടാണ് തെറ്റിയത്? 1996 ആ സ്റ്റേറ്റ്മെൻറ്റ് കംപ്ലീറ്റ് തെറ്റാണ്. കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ പറയാം. 1987 മോൺട്രിയൽ പ്രോട്ടോക്കോൾ പ്രകാരമാണ് ഓസോൺ ശോഷണത്തിന് കാരണമായ വസ്തുക്കളുടെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ടുള്ള കരാറ് ഉണ്ടായത്. എത്രയിലാണ്? 1987 സെപ്റ്റംബർ 16 മോൺട്രിയൽ പ്രോട്ടോക്കോൾ പ്രകാരം. സെപ്റ്റംബർ 16 നമ്മൾ അന്താരാഷ്ട്ര ഓസോൺ ദിനമായി ആചരിക്കുന്നത്. ചോദ്യം 52. കേരള സർക്കാർ നൽകുന്ന ഏറ്റവും ഉന്നതമായ സാഹിത്യ പുരസ്കാരം ഏതാണ്? എഴുത്തച്ഛൻ പുരസ്കാരമാണ്. എഴുത്തച്ഛൻ പുരസ്കാരം 2025 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? KG ശങ്കരപിള്ളയ്ക്കാണ് 2025 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. ചോദ്യം 53. ആദ്യമായി ദേശീയ പുരസ്കാരം നേടിയ മലയാള ചലച്ചിത്രം ഏതാണ്? നീലക്കുയിൽ. 54. വരിക വരിക സഹചരേ സഹന സമരമായി എന്ന പ്രസിദ്ധ ഗാനം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? പയ്യന്നൂർ സത്യാഗ്രഹം. താഴെ പറയുന്നവയിൽ ഒരു ക്ലാസിക്കൽ നൃത്തമാണ് ഏത് ക്ലാസിക്കൽ നൃത്തമാണ് ജനിച്ച ഗ്രാമത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്നത്? കുച്ചിപ്പുടിയാണ്
ജനിച്ച ഗ്രാമത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ക്ലാസിക്കൽ നൃത്തം. ഏത് സംസ്ഥാനത്തിൻ്റെയാണ് കുച്ചിപ്പുടി? ആന്ധ്രാപ്രദേശിൻ്റെ നൃത്തമാണ് അല്ലേ. ചോദ്യം 56. എം ടി വാസുദേവൻ നായരുടെ രണ്ടാം ഊഴം എന്ന നോവലിലെ പ്രധാന കഥാപാത്രമാരാണ്? ഭീമസേനൻ. 2023 ഏകദിന ലോക ക്രിക്കറ്റ് മത്സരം നടക്കുന്നത് ഏത് രാജ്യത്താണ്? ഇന്ത്യ. ഓപ്ഷൻ സി ഇന്ത്യ. നടന്നതാണല്ലേ. ചോദ്യം 58. ഇന്ത്യൻ ദേശീയ ടീമിൽ ഇടം നേടിയ മലയാളി താരമായ മിന്നുമണി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മിന്നുമണി ഏത് കായിക ഇനവുമായിട്ടാണ്? ക്രിക്കറ്റുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ചോദ്യം 59. സാധനങ്ങളുടെ ദ്വിമാന കോഡിൻ്റെ വിശദാംശങ്ങൾ സ്കാൻ ചെയ്യാൻ വ്യാപകമായി ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഉപകരണം ഏതാണ്? QR കോഡ് റീഡറാണ്. QR കോഡ് റീഡർ. ചോദ്യം 60. ഓപ്പൺ സോഴ്സ് ബ്രൗസർ സോഫ്റ്റ്വെയറിന് ഒരു ഉദാഹരണം ഏതാണ്? മൊസില്ല ഫയർഫോക്സ് ആണ്. മൊസില്ല ഫയർഫോക്സ്. ചോദ്യം 61. ഏത് നെറ്റ്വർക്ക് ഉപകരണം അതിലേക്ക് ബന്ധിപ്പിച്ചിരിക്കുന്ന എല്ലാ നോഡുകളുടെയും വിലാസം തിരയുന്നു? ഓപ്ഷൻ ബി ഹബ്. 62. ഒരു വെബ് പേജിൽ സ്ക്രോളിംഗ് ചിത്രങ്ങളും വാചകവും ഉൾപ്പെടുത്തുന്നതിനുള്ള ഒരു HTML ടാഗ് ഡാഷ് ആണ്. ഏതാണ്? ഓപ്ഷൻ സി മാർക്ക് യു. 63. കേരളത്തിൽ ഭൂമിശാസ്ത്രപരമായ സൂചന ടാഗ് നേടിയ ഏറ്റവും പുതിയ ഉൽപ്പന്നം ഏതാണ്? കണ്ണാടിപ്പായ. കണ്ണാടിപ്പായയാണ് ഭൂമിശാസ്ത്രപരമായ സൂചന ടാഗ് നേടിയ ഏറ്റവും പുതിയ ഉൽപ്പന്നം. 64. പോക്സോ ആക്ട് 2012 പ്രകാരം കുട്ടികൾക്ക് നേരെയുള്ള ലൈംഗികാതിക്രമ കേസുകൾ ആർക്കാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്? ഓപ്ഷൻ ഡി BNC, സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റിനും ലോക്കൽ പോലീസിനും. 65. വിവാഹിതരായ ഒരു സ്ത്രീയോട് ലൈംഗിക ബന്ധം പുലർത്തുന്നത് ക്രിമിനൽ കുറ്റമായി കാണുന്ന ഒരു ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വകുപ്പ് സ്ത്രീകളോട് വിവേചനപരമായി നിലകൊള്ളുന്നു എന്ന കാരണത്താൽ 27 സെപ്റ്റംബർ 2018 ജോസഫ് ഷൈൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന സുപ്രധാന വിധിയിലൂടെ സുപ്രീം കോടതി അസാധുവാക്കി. ഏതാണ് ആ വകുപ്പ്? സെക്ഷൻ 497 ആണ്. സെക്ഷൻ 497. കേസ് ഏതാണ്? ജോസഫ് ഷൈൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ, സെപ്റ്റംബർ 2018. 66. പട്ടികജാതി പട്ടികവർഗ നിയമം 1989 ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിൽ പ്രതിപാദിക്കുന്ന പ്രത്യേകതരം വിവേചനത്തിനെതിരെയുള്ള നിയമമാണ്? ഓപ്ഷൻ സി ആർട്ടിക്കിൾ 17. 67. വിവരാവകാശ നിയമം 2005 പ്രകാരം സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷണർമാരുടെ പരമാവധി എണ്ണം എത്ര? ഓപ്ഷൻ ഡി 10. 68. കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ KSFDC ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ ഗവൺമെൻറ് പിന്തുണയോടുകൂടിയുള്ള OTT പ്ലാറ്റ്ഫോമിൻ്റെ പേരെന്താണ്? സി സ്പേസ്. പോക്സോ ആക്ട് 2012 പ്രകാരം നിയമത്തിൻ്റെ നടത്തിപ്പ് നിരീക്ഷിക്കാൻ ഏത് അധികാരിയാണ് ഉത്തരവാദി? കുട്ടികളുടെ അവകാശ സംരക്ഷണത്തിനായിട്ടുള്ള ദേശീയ കമ്മീഷൻ. ചോദ്യം 70. ഗാർഹിക പീഡന നിയമപ്രകാരം നിയമിക്കപ്പെടുന്ന സംരക്ഷണ ഉദ്യോഗസ്ഥൻ്റെ പങ്ക് എന്താണ്? ഓപ്ഷൻ സി ഗാർഹിക സംഭവ റിപ്പോർട്ട് തയ്യാറാക്കുകയും നടപടിക്രമങ്ങളിൽ കോടതിയെ സഹായിക്കുകയും ചെയ്യുക. ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി കുറച്ച് മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ ആൻസർ വായിച്ചു പോകാം. ചോദ്യം 71 ഓപ്ഷൻ ബി. ചോദ്യം 72 ഡിലീറ്റഡ് ആണ്. ചോദ്യം 73 ഓപ്ഷൻ എ. ചോദ്യം 74 ഓപ്ഷൻ സി. ചോദ്യം 75 ഓപ്ഷൻ സി. ചോദ്യം 76 ഡിലീറ്റഡ് ആണ്. ചോദ്യം 77 ഓപ്ഷൻ എ. ചോദ്യം 78 ഓപ്ഷൻ ബി. ചോദ്യം 79 ഓപ്ഷൻ എ. ചോദ്യം 80 ഓപ്ഷൻ സി. അടുത്തത് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ്. ചോദ്യം 81. ഓ ഐ ജസ്റ്റ് ഫോർഗോട്ട് ടു ബ്രിങ് ദ ബുക്ക്. ഐഡൻറ്റിഫൈ ദ പാർട്ട് ഓഫ് സ്പീച്ച് ഓഫ് ദി അണ്ടർലൈൻ വേർഡ്. ഏതാണ്? ഇൻ്റർജങ്ഷൻ ആണല്ലേ. ഓ എന്ന് പറയുന്നത് ഇൻ്റർജങ്ഷൻ ആണ്. ചോദ്യം 82. ചൂസ് ദ കറക്റ്റ് പെയർ ഓഫ് പ്രൊപ്പോസിഷൻ ടു കംപ്ലീറ്റ് ദി സെൻറ്റൻസ്. ദ ഡോക്യുമെൻ്ററി വിൽ ബി സ്ക്രീൻഡ് ഇൻ ദ കോൺഫറൻസ് ഹാൾ ഓൺ ദ സെക്കൻഡ് ഫ്ലോർ ടുമോറോ. ഓക്കെ, കറക്റ്റ് പ്രൊപ്പോസിഷൻ ഏതാണ്? ഓപ്ഷൻ എ ഇൻ ആൻഡ് ഓൺ ആണ്. ദ ഡോക്യുമെൻ്ററി വിൽ ബി സ്ക്രീൻഡ് ഇൻ ദ കോൺഫറൻസ് ഹാൾ ഓൺ ദി സെക്കൻഡ് ഫ്ലോർ ടുമോറോ. 83. യൂസ് ദി കറക്റ്റ് ടെൻസ് ഫോം ടു കംപ്ലീറ്റ് ദി ഗിവൺ സെൻറ്റൻസ്. ദേ ഡാഷ് ദ ക്ലബ് എ ഇയർ എഗോ. എന്താണ്? ദേ ജോയിൻഡ് ദ ക്ലബ് എ ഇയർ എഗോ. ചോദ്യം 84. എ ബോൾട്ട് ഫ്രം ദ ഡാഷ് ബ്ലൂ. എ ബോൾട്ട് ഫ്രം ദ ബ്ലൂ. 85. ആക്റ്റീവ് വോയ്സ് പാസീവ് വോയ്സ് ആണ്. ദേ സെലക്റ്റഡ് ഹിം. ആൻസർ എന്തോ വരും? ഹി വാസ് സെലക്റ്റഡ് ബൈ ദം. ചോദ്യം 86. തെറ്റായ സ്പെല്ലിംഗ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി സക്കറാണ് തെറ്റായ സ്പെല്ലിംഗ്.
കറക്റ്റ് സ്പെല്ലിംഗ് എന്താ വരും? SUCCOUR. സഖർ. എന്താണ്? SUCCOUR. സഹായി എന്നാണ് മീനിങ് വരുന്നത് സക്കറിൻ്റെ. SUCCOUR. ബാക്കി വെഞ്ചർ, എൻട്രപ്രണർ, എറ്റിക്വേറ്റ് 3 സ്പെല്ലിങ്ങും കറക്റ്റാണ്. ചോദ്യം 87. ഫൈൻഡ് ദ ഇഡിയം വിച്ച് മീൻസ് ഡിസൈഡ് ഓർ എഗ്രി ടു സ്റ്റോപ്പ് ഡൂയിങ് സംതിങ്. എന്താണ്? കോൾ ഇറ്റ് എ ഡേ. കോൾ ഇറ്റ് എ ഡേ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസൈഡ് ഓർ എഗ്രി ടു സ്റ്റോപ്പ് ഡൂയിങ് സംതിങ്. ചോദ്യം 88. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് എ സിനോണിം ഓഫ് ഫോർ ദ വേർഡ് അസ്വേജ്. അസ്വേജിൻ്റെ മീനിങ് ആയിട്ട് വരാത്തത് ഏതാണെന്നാണ് ചോദ്യം. അഗ്രവേറ്റ് ആണ്. അഗ്രവേറ്റ് അസ്വേജിൻ്റെ മീനിങ് അല്ല. ചോദ്യം 89. ഡാഷ് ഇസ് ആൻ എക്സാമ്പിൾ ഫോർ ആൻ ഒനോമാറ്റോപോയിക് വേർഡ്. ഏതാണ്? ഓപ്ഷൻ ബി സ്പ്ലാഷ്. ചോദ്യം 90. ചൂസ് ദ കറക്റ്റ് കണ്ടീഷണൽ ക്ലോസ് ടു കംപ്ലീറ്റ് ദ സെൻറ്റൻസ്. ഇഫ് ക്ലോസ് ആണ്. ഇഫ് ക്ലോസ് ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ എ ആണ് അല്ലേ. ഇഫ് ദേ ഹാഡ് പ്ലേഡ് വെൽ ദേ വുഡ് ഹാവ് വൺ ദ മാച്ച്. ഇഫ് ദേ ഹാഡ് പ്ലേഡ് വെൽ ദേ വുഡ് ഹാവ് വൺ ദ മാച്ച്. അടുത്തത് മലയാളം ക്വസ്റ്റ്യൻസ് ആണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായി എഴുതിയ വാക്യം ഏത്? ഓപ്ഷൻ ഡി ശ്രേഷ്ഠം. മയിൽ എന്ന പദത്തിൻ്റെ പര്യായമല്ലാത്തത് കീരം. മയിലിൻ്റെ പര്യായം ഏതൊക്കെ വരും? ബർഹി, ഷിഗി, കേഗി. ബർഹി, ഷിഗി, കേഗി. 93. തെറ്റായ അർത്ഥമുള്ള ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ ബി ആണ് തെറ്റ്. നവനീതം പ്രാവ് എന്ന് പറയുന്നതാണ് തെറ്റ്. ശരിയായിട്ടുള്ള ഓപ്ഷൻ ഏതൊക്കെയുണ്ട്? ഭ്രമരം വണ്ട്, പരഭൃതം കുയിൽ, നളിനം താമര. 94. ജഗന്നാഥൻ പിരിച്ചെഴുതിയാൽ ജഗത് അധികം നാഥനാണ് ജഗന്നാഥൻ. ജഗത് അധികം നാഥൻ ജഗന്നാഥൻ. 95. കഷ്ടപ്പെടുത്തുക എന്നർത്ഥം വരുന്ന ശൈലി ഏത്? ശതകം ചൊല്ലിക്കുക. കഷ്ടപ്പെടുത്തുക എന്നർത്ഥം വരുന്ന ശൈലി ഏത്? ശതകം ചൊല്ലിക്കുക. 96. ഒറ്റപ്പദം കണ്ടെത്തുക. ന്യായശാസ്ത്രം പഠിച്ചവൻ നൈയായികൻ. ന്യായശാസ്ത്രം പഠിച്ചവനെ പറയുന്നത് എന്താണ്? നൈയായികൻ. 97. നൃപ അധികം ഇന്ദ്രൻ ചേർത്തെഴുതിയാൽ നൃപേന്ദ്രൻ. നൃപ അധികം ഇന്ദ്രൻ ചേർത്തെഴുതിയാൽ നൃപേന്ദ്രൻ. 98. ശരിയായ പുല്ലിംഗ സ്ത്രീലിംഗ ജോഡി കണ്ടെത്തുക. ശരിയായ പുല്ലിംഗ സ്ത്രീലിംഗ ജോഡി കണ്ടെത്തുക. ഏതാണ്? ഓപ്ഷൻ ഡി യവനൻ യവനിയാണ്. മറ്റ് ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ലേഖകൻ ലേഖികയാണ്, സേവകൻ സേവിക, സിംഹം സിംഹി ആണ്. 99. അധോമുഖൻ എന്ന പദത്തിൻ്റെ വിപരീതം ഏതാണ്? ഉന്മുഖൻ. അധോമുഖൻ ഉന്മുഖൻ. ചോദ്യം 100. തന്നിരിക്കുന്നവയിൽ ശരിയായ വാക്യം ഏത്? ഓപ്ഷൻ സി ആണ് ശരി. റോഡിൽ കാണുന്ന സീബ്ര വരകൾ പദയാത്രികർക്ക് വേണ്ടിയുള്ളതാണ്. റോഡിൽ കാണുന്ന സീബ്ര വരകൾ പദയാത്രികർക്ക് വേണ്ടിയുള്ളതാണ്. അപ്പം ഇതായിരുന്നു 100 ക്വസ്റ്റ്യൻസ്. നമുക്ക് LD എക്സാമിനൊക്കെ ഉപകാരപ്പെടുന്ന നല്ല 100 ചോദ്യങ്ങളായിരുന്നു. അപ്പം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, നോട്ടിഫിക്കേഷനും ഓണാക്കി വയ്ക്കുക. അപ്പം പുതിയൊരു ക്വസ്റ്റ്യനുമായി നാളെ കാണാം. ഓക്കെ, താങ്ക് യു ഓൾ.